إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب اجعل لي آية قال آيتك ألا تكلم الناس ثلاثة أيام إلا رمزا واذكر ربك كثيرا وسبح بالعشي والإبكار. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് പ്രാവർത്തികമാക്കി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസീദാസന്മാരിൽ ഉൾപ്പെടുവാനുള്ള പരിശ്രമം സൽക്കർമ്മനിരതമായി മരണം വരെ നടത്തണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും തഖ്വ കൊണ്ട് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റിള നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരായ സത്യവിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി സ്വഭാവ സവിശേഷതകൾ കൊണ്ട് സമ്പന്നമായി തീരേണ്ടതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതം. ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അലങ്കാരവും വിശുദ്ധിയും മേന്മയും വർദ്ധിപ്പിക്കും. അതിൽ സംസാര രംഗത്ത് സാക്ഷരതയും സംസ്കാരവും ഉള്ളവരായി തീരുക എന്നത് ഏത് ഇടങ്ങളിലും ഏത് സമയത്തും നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അഥവാ നമ്മുടെ പെരുമാറ്റം, സ്വഭാവം, വേഷഭൂഷാദികൾ, സംസാരം എല്ലാ ഇടങ്ങളിലും ഇസ്ലാമിന് അതിൻ്റെതായ ഒരു രീതിശാസ്ത്രമുണ്ട്, വിധിവിലക്കുകളുണ്ട്. അപ്പൊ അത് പാലിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഓരോ മുസ്ലിമും മുസ്ലിമത്തും. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംസാര രംഗത്ത് ഇഹത്തിലായിരുന്നാലും പരത്തിലായിരുന്നാലും നമ്മെ ഖൈറിലേക്ക് എത്തിക്കുന്ന, നന്മയിലേക്ക് എത്തിക്കുന്ന വിഷയം സംസാരത്തിൽ മിതത്വം പാലിക്കുക, ആവശ്യമുള്ളിടത്ത് ആവശ്യാനുസരണം സംസാരിക്കുകയും അതല്ലാത്ത സമയങ്ങളിലെല്ലാം നിശബ്ദത, സൈലൻസ്, മൗനം ദീക്ഷിക്കുകയും ചെയ്യുക എന്ന ഗുണം നമ്മളിൽ തീർച്ചയായും നിലനിൽക്കേണ്ടതുണ്ട്.
മലയാളത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് മൗനം വിദ്വാനമാണ് ഭൂഷണമെന്ന്. ഇംഗ്ലീഷിലും പറയാറുണ്ട് ഇഫ് ദ സ്പീച്ച് ഈസ് സിൽവർ ദെൻ ദ സൈലൻസ് ഈസ് ഗോൾഡ് എന്നാണ് പറയുന്നത്. സംസാരം വെള്ളിയാണ് എങ്കിൽ മൗനം ഗോൾഡ്, തങ്കമാണ്, കനകമാണ്, സ്വർണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ദീനിൽ മൗനത്തെ മതവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 70-71 സൂക്തങ്ങളിൽ തഖ്വയുള്ള ധർമ്മനിഷ്ഠ അവകാശപ്പെടുന്ന ആളുകൾക്കുണ്ടായിരിക്കേണ്ട ഗുണമായി ഈ വിഷയം സംസാരത്തിലെ മാന്യതയും കൾച്ചറും സംസ്കാരവും സാക്ഷരതയും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വഖൂലു ഖൗലൻ സദീദ, നേരെ ചൊവ്വായ വാക്കേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. സംസാരിക്കുകയാണെങ്കിൽ അത് വളച്ചുകെട്ടില്ലാത്ത നേരെ ചൊവ്വയുള്ള, അണപ്പല്ല് കടിച്ചു പിടിച്ച് മുൻപല്ല് കൊണ്ട് ചിരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. കാപട്യം കലർന്ന സംസാരവും പെരുമാറ്റവും പാടില്ല ഒരു വിശ്വാസിക്ക്. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ പറയുന്ന സംസാരം സ്വന്തത്തോട്, കുടുംബത്തോട്, സമൂഹത്തോട്, സൗഹൃദങ്ങളിൽ, ഇതര മേഖലകളിൽ, അധ്വാന രംഗങ്ങളിലൊക്കെ എവിടെയായിരുന്നാലും നാവിന്റെ ഉടമകളാണ്. അള്ളാഹു സൗഭാഗ്യമായി നൽകിയിട്ടുള്ള നിഅമത്താകുന്ന സംസാരശേഷിയെ നാക്കിനെ, വാക്കിനെ അതിന്റെ നേർരേഖയിൽ ഉപയോഗപ്പെടുത്തണം. വഖൂലു ഖൗലൻ സദീദ, നേരെ ചൊവ്വയുള്ള വാക്കേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി നിങ്ങളുടെ കർമ്മങ്ങളെ നന്നാക്കി തരുന്നതാണ്. നമ്മുടെ കർമ്മങ്ങളൊക്കെ നന്നാകണം, മെച്ചപ്പെടണം, വിശുദ്ധിയുള്ളതാകണം, തസ്കിയത്തുണ്ടാകണം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധാനത്തിലാകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ സംസാരം നന്നാക്കിയാൽ അതുവഴി കർമ്മങ്ങളും നന്നാകുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു നമ്മൾ. അപ്പൊ ഇതുവഴി പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂല, ഈ വക വിഷയങ്ങളിൽ അള്ളാഹുവിനെയും റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത് എങ്കിൽ ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അവർ വ്യക്തമായ മഹത്തായ വിജയത്തിലാകുന്നു. അപ്പൊ സംസാരത്തെയൊക്കെ വ്യതിചലിപ്പിച്ചുകൊണ്ട് എല്ലില്ലാത്ത അവയവമായ നാവിനെ ദുരുപയോഗപ്പെടുത്തി പലതും നേടി, പലതും വരുതിയിൽ വരുത്തി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതൊന്നും അന്തിമമായി അതിന്റെ സമാപനം നമുക്ക് ഖൈറായി തീരുകയില്ല. എന്നാൽ നേരെ ചൊവ്വയുള്ള സംസാരവും കാര്യങ്ങളുമായി നീങ്ങുന്ന ആളുകൾക്കാണ് ഇഹത്തിലായിരുന്നാലും പരത്തിലായിരുന്നാലും വലിയ വിജയം നൽകപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂല് സംസാരത്തിന്റെ വിഷയത്തിൽ ദീർഘമായി മൗനം അവലംബിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, പ്രവാചകന്റെ മുൻഗാമികളിൽ നിന്ന് പ്രവാചകന്മാരുടെയും ശീലവും ശൈലിയും അങ്ങനെയായിരുന്നു. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് പ്രായം ചെന്ന സമയത്ത് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സന്തോഷമായി സുവിശേഷം ലഭിക്കുകയാണ്. അള്ളാഹു എനിക്ക് നീ ഒരു ദൃഷ്ടാന്തം കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ നടപടിക്രമം എന്നോണം മൗനം ദീക്ഷിക്കാനാ പറഞ്ഞത്. ആമുഖമായി ഓതിവെച്ച ആയത്ത് ഖാല റബ്ബി ജഅൽ ലി ആയ, അള്ളാഹു എനിക്ക് നീ ഒരു ദൃഷ്ടാന്തം കാണിക്കണം, ആയത്ത് അടയാളം നൽകണം. ഖാല, അള്ളാഹു പറഞ്ഞു ആയത്തുക, നിനക്കുള്ള ദൃഷ്ടാന്തം, ആയത്ത്, അടയാളം എന്ന് പറയുന്നത് അല്ലാ തുകല്ലിമൻ നാസ സലാസത അയ്യാം, 3 ദിവസം ജനങ്ങളോട് നീ സംസാരിക്കരുത്. അതൊരു സിറ, 3 ദിവസം. അപ്പൊ മൗനം അവലംബിക്കുക മതപരമായി അതിന്റെ ഒരു ആധ്യാത്മിക തലം എന്ന് പറയാം. ഇല്ലാ റംസ, ചില സൂചനകൾ കൊടുത്താൽ മതി. ജനങ്ങളുമായി എന്തും എങ്ങനെയും സംസാരിക്കുക എന്നതൊക്കെ മാറ്റിവെച്ച്, ചിലത് അങ്ങനെയാണല്ലോ, ആംഗ്യം മതിയാവും, ചിലത് നോട്ടം മതിയാവും, സൂചനകൾ മതിയാകും. ഇപ്പോഴും എല്ലാം തുറന്ന് സംസാരിക്കുകയും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് വേണ്ടതില്ല എന്നതിലേക്കുള്ള ഇശാറത്ത് നൽകുകയാണ്. വദ്കുർ റബ്ബക കസീറ, പടച്ച റബ്ബിനെ ധാരാളമായി സ്മരിക്കുക, അതിനെ നാവ് ഉപയോഗപ്പെടുത്തുക. വസബ്ബിഹ് ബിൽ അശി വൽ ഇബ്കാർ, പ്രഭാതത്തിലും പ്രദോഷത്തിലും പടച്ച റബ്ബിനെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തിനാണ് നാവിനെ ഉപയോഗപ്പെടുത്തേണ്ടത്? മൗനം അവലംബിക്കേണ്ടത് ആരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ദിവസം നിർണയിച്ചു നൽകുകയാണ്.
ഇനി വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്തു മറിയം, നേരത്തെ പറഞ്ഞ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇമ്രാൻ, ഇനി പറയുന്നത് 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 26-ാമത്തെ ആയത്തിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കപ്പെട്ട വേളയിൽ ആളുകൾ പലതും പറയും, അതിനനുസരിച്ച് ഇങ്ങനെ പ്രതികരണം അറിയിച്ചു പോകേണ്ട ആവശ്യമില്ല. ഫഖൂലി, നീ പറയണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ പടച്ച റബ്ബിന് നോമ്പ് നേർച്ച നേർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഇന്നൊരു മനുഷ്യനോടും എനിക്ക് സംസാരിക്കാൻ സാധ്യമല്ല, സംസാരിക്കേണ്ടതില്ല, സംസാരം കുറക്കുക. നോമ്പ് നോറ്റാൽ അങ്ങനെയാണല്ലോ. ആർക്കാണ് ഈ നോമ്പിന്റെ അതിന്റെ ആത്മാവ് ലഭിക്കുക? നോമ്പിന്റെ പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്നവർ ഭക്ഷണം മാത്രം മാറ്റിവെക്കുന്നവരെല്ലാം അറിയിച്ച് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. നാവിന് സൂക്ഷ്മതയുണ്ടാകണം. നാവിന് സൂക്ഷ്മതയില്ലാത്തവൻ വയറിന് സൂക്ഷ്മത കാണിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് നോമ്പിന്റെ സമയത്ത് പലവരും നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് നാവ് നിയന്ത്രിക്കണം. മൗനം എന്ന് പറയുന്നത് വ്യക്തിത്വത്തിന് അലങ്കാരമാണ്. അത് വിശ്വാസിയുടെ ശക്തിയാണ്, അവന്റെ ക്വാളിറ്റിയാണ്, അവന്റെ ഗുണമേന്മയാണ്. എല്ലായിടങ്ങളിലും ചെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ എന്തും എവിടെ എങ്ങനെയും പറയുക എന്ന നിലവാരത്തിലേക്ക് ഒരിക്കലും ഒരു വിശ്വാസി താഴ്ന്നു പോകൂല. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ 9-ാം സൂക്തം പരമകാരുണികന് വിധേയപ്പെട്ട അടിമകളുടെ വിശേഷണം വിശകലനം ചെയ്യുന്നിടത്ത് വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന, അവിവേകികളുമായി, അജ്ഞരായ ആളുകളുമായി, കാര്യബോധമില്ലാത്തവരുമായി, ഒരു വിഷയത്തിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാകാത്തവരുമായി വെറുതെ തർക്കിച്ച് സംസാരിച്ച് സമയം കളയരുത്. ഖാലൂ സലാമ, വിവേകത്തോടുകൂടി സുരക്ഷിതമായി രക്ഷപ്പെട്ടുകൊള്ളണം. അല്ലയാ, പുതിയ കാലത്ത് ടോക്കുമായി സംസാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പറയും, നെഗറ്റീവായിട്ടുള്ള ആളുകളുമായി സംസാരിച്ച് സമയം കളയരുത് എന്ന്. അതാണ് ഇവിടെ ജാഹിലുകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവിന്റെ ആളുകളാണ്. വെറുതെ സമയം കളയാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു സൂക്തത്തിൽ വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ, സംസാരത്തെ വ്യതിചലിപ്പിക്കുന്ന, സമയനഷ്ടമുണ്ടാക്കുന്ന, അതുവഴി പരദൂഷണത്തിലേക്ക്, ഏഷണിയിലേക്ക്, ഒരു വേള വംശീയതയിലേക്ക്, വർഗീയതയിലേക്ക്, തീവ്രതയിലേക്ക്, ഇന്ന് നാക്കുപിഴ കൊണ്ട് സംസാരം അധികരിപ്പിച്ചതുകൊണ്ട് പല മേഖലകളിലും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന സമയത്താണ് മൗനമാണ് വിദ്വാനഭൂഷണം. സംസാരമല്ല, മറിച്ച് മൗനം ദീക്ഷിക്കലാണ് ഖൈറ്, നന്മ എന്ന് നിരവധി അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈദാ മർറൂ ബില്ലഗ്വി, അത്തരം അധർമ്മങ്ങൾ, അനാവശ്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ മർറൂ കിറാമാ, മാന്യന്മാരായി, ഇത്തരത്തിലുള്ള ജീർണതകളൊന്നും നാവുകൊണ്ട് വരുത്തി വെക്കാത്ത രൂപത്തിൽ അവർ പോകും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ വിശ്വാസികളെ, അലൈക്കും ബിസ്സകീന, നിങ്ങൾ ശാന്തരാകണം, നിങ്ങൾ ശാന്തരാകണം, നിങ്ങൾ സംസ്കാര സമ്പന്നരാകണം, നിങ്ങൾ ഒതുക്കമുള്ളവരാകണം. അപ്പൊ സംസാരം വർദ്ധിപ്പിക്കുന്നതിനെ ഇസ്ലാം വിലക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം മിക്ക നാശവും സംസാരം കൂടിയതിന്റെ പേരിൽ ദാമ്പത്യത്തിലാണ്. അതേപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ, അയൽപ്പക്ക പ്രശ്നങ്ങൾ, സൗഹൃദങ്ങൾ, അസ്ഥാനത്താകുന്ന അന്യായമായ സംസാരങ്ങൾ വരുന്നതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഒരു കവിതയുടെ ഒരു ഭാഗത്ത് പറഞ്ഞ അൽ കെൽമുൽ ലിസാൻ, അറബിയിലെ ഒരു ചൊല്ല്, കെൽമുൽ ലിസാനി അൻഗാ മിൻ കെൽമി സിനാൻ. കെൽമുൽ ലിസാൻ, നാവ് കൊണ്ടുള്ള മുറിവ് പല്ലുകൊണ്ടുള്ള മുറിവിനേക്കാൾ കനത്തതാണ്. നാവ് കൊണ്ടുള്ള മുറിവ്, 10 സെക്കൻഡ് സംസാരം മതി 10 വർഷം ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാക്കാൻ. നിശ്ചിത മിനിറ്റ് സംസാരിച്ചത് അത് വഴിവിട്ട രൂപത്തിലായപ്പോ ആവശ്യമില്ലാത്ത വാക്കുകൾ കടന്നു വന്നതിന്റെ പേരിൽ അയൽപ്പക്ക ബന്ധങ്ങൾ ഒന്നുമല്ലാതായി. 5 വർഷമായി പിണക്കത്തിലായി, 10 വർഷമായി. കാരണം എന്താ? സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ സംസാരിച്ചതിന്റെ പേരിലാണ്. എവിടെ സംസാരിക്കണം എന്ന വിഷയത്തിൽ കാര്യബോധം ഉണ്ടാകണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, പടച്ച റബ്ബിലും പരലോകത്തിലും നിങ്ങളിൽ ആർക്കെങ്കിലും വിശ്വാസമുണ്ട് എങ്കിൽ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, നന്മ പറയട്ടെ അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. നന്മ പറയട്ടെ അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പൊ മൗനം വിദ്വാനുഭൂഷണം. 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലളിതമായി കൃത്യമായി അത് പറഞ്ഞ് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രാവർത്തികമാക്കുന്നിടത്ത് ആ പ്രവാചകന്റെ അനുയായികൾ പോലും എവിടെയാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ മിണ്ടാതിരിക്കുക അതല്ലെങ്കിൽ നന്മ പറയാം. ഒരു കവിതയിൽ അൽ ഇൽമു സൈനും വസ്സുകൂതു സലാമത്തുൻ
ഫൈദാ നതഖത ഫലാ തകും മിക്സാറാ മാ ഇൻ നദിംത അലാ സുകൂതിൻ മറതൻ വലഖദ് നദിംത അലൽ കലാമി മിറാറാ. അൽ ഇൽമു സൈനുൻ, അറിവ് അലങ്കാരമാണ്. വസ്സുകൂതു സലാമത്തുൻ, മൗനം ദീക്ഷിക്കൽ സുരക്ഷയാണ്. ഫൈദാ നതഖത, നീ സംസാരിച്ചു കഴിഞ്ഞാൽ, ഫലാ തകുൻ മിറാറാ മിക്സാറാ, നീ വായാടിയായി തീരരുത്. മാ ഇൻ നദിംത അലാ സുകൂതിൻ മറതൻ, നീ മൗനം ദീക്ഷിച്ചതിന്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വരികയില്ല. വലഖദ് നദിംത, എന്നാൽ നീ ഖേദിക്കുന്നവനായി മാറും. അലൽ കലാമി മിറാറാ, സംസാരിച്ചതിന്റെ പേരിൽ. ഉണ്ടോ? സംസാരിച്ചതിന്റെ പേരിലായിരിക്കും പിന്നീട് സങ്കടപ്പെടുക. ഒരു സദസ്സിൽ പങ്കെടുത്ത് മൗനം ദീക്ഷിച്ച് അച്ചടക്കത്തോടെ മര്യാദ പാലിച്ച് സഹനം അവലംബിച്ച് അങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഖേദിക്കേണ്ടി വരില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും ഇരിക്കുകയാണ്. ഒരു മനുഷ്യൻ സിദ്ദീഖുൽ അക്ബറുമായി കയർത്തു ആ സദസ്സിൽ വെച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിണ്ടാതിരുന്നു, സിദ്ദീഖുൽ അക്ബറും മിണ്ടാതിരുന്നു. കയർത്ത് കൂടുതൽ പറഞ്ഞു പോയപ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ നിയന്ത്രണം വിട്ട് തിരിച്ചു പ്രതികരണം പറഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിന്നാലെ പോയി പരിഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആ സമയം അത്രയും താങ്കൾ മിണ്ടാതിരുന്നു, പക്ഷെ ഞാനൊരു പ്രതികരണം അറിയിച്ചപ്പോ താങ്കൾ എഴുന്നേറ്റ് പോയല്ലോ എന്ന്. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, യാ അബൂബക്കറെ, നീ ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ട് മിണ്ടാതിരുന്ന സമയം അത്രയും നിനക്ക് വേണ്ടി മലക്ക് സംസാരിക്കുകയായിരുന്നു. ആ മനുഷ്യനോട് കദിബ്ത, സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ച് നീ പറയുന്നതൊക്കെ കളവാണ്. നീ മൗനം ദീക്ഷിക്കുമ്പോൾ മലക്ക് നിനക്ക് വേണ്ടി നിന്നെ പ്രതിനിധീകരിച്ച് പ്രതിരോധത്തിലായിരുന്നു. പക്ഷെ നീ സംസാരിക്കാൻ തുടങ്ങിയപ്പോ മലക്ക് പോയി പിശാച് വന്ന്, പിശാചുള്ള മജ്‌ലിസിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പോയത് എന്ന് പറയാം. അതുകൊണ്ട് മലക്ക് ഏറ്റെടുത്തോളൂ സുഹൃത്തുക്കളെ. നമ്മൾ ഏറ്റെടുക്കണ്ട, നമ്മൾ പ്രതികരണം അറിയിക്കണ്ട. അസ്സുംത് അഖ്വാ മിനൽ കലാം, അസ്സുംത് നിശബ്ദത, സൈലൻസ് അഖ്വാ മിനൽ കലാം, സംസാരത്തെക്കാളും പവർ ചില സമയങ്ങളിൽ മൗനത്തിനുണ്ടാകുന്നതാണ്. മൗനം ദീക്ഷിക്കുന്ന ആളുകളുടെ പേഴ്സണാലിറ്റി, അതിന് വഖാറത്ത്, അതിന് ഗൗരവം ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ ഇപ്പൊ പുതിയ കാല സൈക്കോളജിയിലും അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിലുമൊക്കെ പറയാറുണ്ട്. എങ്കിൽ പ്രവാചകനേക്കാൾ വലിയൊരു ഗുരുനാഥനെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് കൃത്യമായ വിധിവിലക്കുകൾ സമ്മാനിച്ച സുവിശേഷകനെ ഈ ലോകം പരിചയപ്പെട്ടിട്ടില്ല. നമ്മൾ പ്രവാചക പാഠശാലയിലേക്ക് പോയി പഠിച്ചെടുത്താൽ മതി ജീവിതത്തിന്റെ A to Z. അവിടെയുണ്ട് നമുക്ക് വേണ്ടതൊക്കെ. അതുകൊണ്ട് സംസാര വിഷയത്തിൽ സൂക്ഷ്മത ഉണ്ടാകണം, പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. വലാ തകൂനു ഇമ്മഅ, നിങ്ങൾ കൂടികളാകരുത്. ആളുകൾ പറയുന്നതിനനുസരിച്ച് എന്തോ അങ്ങോട്ട് പറയുക, ആ രൂപത്തിലാകരുത്. ഒരു കഥയിൽ പറയുന്നത് പോലെ മരുമകൻ അമ്മാവനെ രക്ഷിക്കാൻ വന്ന് ഇനി അടിച്ചാ വിവരം അറിയുന്ന പറഞ്ഞപ്പോ അപ്പൊ തന്നെ അടി കൊടുത്ത് എതിരാളി. ഇനി അടിച്ചാണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മാവൻ മരുമകനോട് പറഞ്ഞു, ഇനി മുണ്ടല്ല, മുണ്ടുമ്പോ അടി ഇവിടെ കൂടുകയാണ് എന്ന രൂപത്തിൽ സംസാരിച്ചാൽ കാര്യങ്ങൾ വഷളാകും. എത്ര സങ്കടകരം. ഇന്നത്തെ പത്രത്തിൽ ഉണ്ടോ, ഓരോ സംസാരവും പ്രതികരണവും ഏത് രൂപത്തിലാകണം, അളന്നെടുത്തിട്ടാകണം എന്നത് തെളിയിക്കുന്ന റിപ്പോർട്ടാ ഹരിയാനയിൽ നിന്ന്. മുടിവെട്ടാനും അതേപോലെ തന്നെ വസ്ത്രം ഓർഡറാക്കാനും വേണ്ടി പ്രിൻസിപ്പൾ പറഞ്ഞതാ. +1 +2 പഠിക്കുന്ന 2 കുട്ടികൾ ഹരിയാനയിൽ ആ പ്രിൻസിപ്പളെ കുത്തി കൊലപ്പെടുത്തി. ആ സ്ഥലത്ത് വെച്ച് പ്രിൻസിപ്പൾ കൊല്ലപ്പെട്ടു എന്നാണ്. ചെയ്ത് നന്നായിരിക്കാം, പക്ഷേ അറബിയിൽ ലികുല്ലി മക്കാനിൻ മഖാൽ, ലികുല്ലി മക്കാനിൻ, ഓരോ സ്ഥലത്തിനും അനുസരിച്ച് കോണ്ടാക്ട്, സാഹചര്യം അനുസരിച്ച് മഖാൽ, സംസാരം ഉണ്ട് എന്നാണ്. ഓരോരുത്തർക്കും അനുസരിച്ച് എങ്ങനെ സംസാരിക്കണം, സംസാരിക്കരുത്. ചിലത് സംസാരിക്കാതിരിക്കലായിരിക്കും ഒരു പ്രശ്നം വഷളാകാതിരിക്കാൻ നല്ലത്. ചിലത് സംസാരിക്കലായിരിക്കും ചില പ്രശ്നം പരിഹരിക്കാൻ നല്ലത്. മിണ്ടാതിരിക്കലായിരിക്കും ഖൈർ. അങ്ങനെ പലതുമുണ്ട്. ഓരോന്നിനനുസരിച്ചാണ്. അതിനനുസരിച്ച് എല്ലാം എപ്പോഴും മിണ്ടാതിരിക്കുക, സൈലന്റ് പാലിക്കുക, ഞാൻ ഒന്നിലേക്കില്ല എന്നല്ല. മക്കൾ വഴിതെറ്റി പോകുമ്പോൾ സംസാരിക്കേണ്ടി വരും, ഉപദേശിക്കേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ വഖാറത്താണ്, ഗൗരവമുള്ള ഒരു ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇണയോട് സംസാരിക്കാതിരിക്കുമ്പോ ദാമ്പത്യത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടും. അവിടെ സംസാരിക്കണം. അങ്ങനെ സംസാരം, അതുപോലെ ഖൈർ, നന്മ, സദാചാരം, ഇതിനൊക്കെ വേണ്ടി സംസാരങ്ങൾ നടക്കണം. എന്നാൽ തിന്മ, അതേപോലെ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ വരുത്തി വെക്കാനുള്ള കോണ്ടക്സ്റ്റുകൾ, ഇതിനെ സൂക്ഷിക്കണം. വാഹനങ്ങൾ, യാത്രകളൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉരസലുകൾ നടക്കുന്ന സമയത്ത് സംസാരം മതിയാകും. വണ്ടിക്ക് പരിക്ക് പറ്റിയ പിന്നെ ആൾക്ക് പരിക്ക് പറ്റും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഫിലോസഫിക്കലായി ഹദീസിന്റെ പൊരുൾ നമ്മെ പഠിപ്പിച്ചത്. എല്ലാ ദിവസവും നാവിനോട് ഇതര അവയവങ്ങൾ പറയുമത്രേ, നാവെ നീ സൂക്ഷിക്കണേ, നീ വരുത്തി വെക്കുന്ന വിനകളുടെ അടി പ്രയാസം ഞങ്ങളാണ് ഏൽക്കേണ്ടി വരുന്നത് എന്ന് എല്ലാ പ്രഭാതത്തിൽ എല്ലാ ദിവസവും അവയവങ്ങൾ പറയുമെന്നാണ്.
നമ്മൾ നാവായിട്ടാണ് പറയും, ബാക്കി അടികിട്ടൽ ബാക്കി അവയവങ്ങൾക്കായിരിക്കുമെന്നാണ്. അപ്പൊ സൂക്ഷിച്ചോളണം, ശ്രദ്ധിച്ചോളണമെന്ന്. അപ്പൊ സംസാരം ശരിയാക്കുക, നന്നാക്കുക നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഇസ്ലാമീയത്തിന്റെ ഭാഗമാണ്. ആ ഇസ്ലാമീയത്ത് പാലിച്ചു കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളുമൊക്കെ നന്നായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സംസാരത്തിൽ ശ്രദ്ധ പുലർത്തുന്ന, തഖ്വ സൂക്ഷ്മത കാണിക്കുന്ന, ധർമ്മനിഷ്ഠ കാണിക്കുന്ന, വിവേകവും വിശുദ്ധിയും കൈവരിക്കുന്ന, കാര്യബോധവും സാഹചര്യങ്ങളും മനസ്സിലാക്കുന്ന ഉത്ബുദ്ധരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي أنعمنا وأسعدنا بهداية الإسلام وهو الذي أكرمنا بالقرآن الكريم والصلاة والسلام على رسوله الكريم الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രത്യേകമായ സ്ഥലകാല സമയ സന്ദർഭ വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണ വലയത്തിലാണ് എന്ന നിലക്ക് ജീവിതത്തിൽ വിശുദ്ധി കൈവരിച്ചുകൊണ്ട് വിമോചനം നേടിയെടുക്കുന്ന, സ്വർഗ ലബ്ധി ഉറപ്പുവരുത്താൻ പാകത്തിൽ സൽക്കർമ്മനിരതമായി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്, ലോക ജനസംഖ്യാ ദിനമാണ്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി എത്തി. 500 കോടി എത്തിയ സമയത്ത് അതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ജനപ്പെരുപ്പത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജനസംഖ്യാ വിസ്ഫോടനത്തെക്കുറിച്ച് കൂലങ്കുശമായ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്ന് എല്ലാ വർഷവും ജൂലൈ 11 ദിനാചരണം നടത്തണം, എന്നിട്ട് ജനസംഖ്യാ വിസ്ഫോടനത്തിന്റെ അപകടം അറിയിക്കണം എന്ന നിലക്ക് ഈ ദിനത്തെ ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വായനകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാമുദായികമായും വർഗീയമായും ജനസംഖ്യയെ വായിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ജനസംഖ്യ പെരുപ്പിച്ച് കാണിച്ച അല്ലെങ്കിൽ ജനസംഖ്യാ പെരുപ്പം പട്ടിണിയിലേക്ക് നയിക്കും, വിഭവങ്ങൾ കുറച്ചു കളയും, മനുഷ്യർക്കിടക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ വർഷത്തെ 2025 ജൂലൈ 11 ഇന്നത്തെ ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ് സിറ്റുവേഷൻ എന്താ? പണ്ടൊക്കെ പേടിപ്പിച്ചതുപോലെയുള്ള അവസ്ഥ ഉണ്ടോ? അതല്ല, ഇപ്പോൾ നിലവിൽ ജനസംഖ്യ ഇനി അങ്ങോട്ട് കുറഞ്ഞു വരും. 500 കോടിയിൽ നിന്ന് 2025 എത്തുമ്പോൾ 800 കോടിയിലധികം ജനസംഖ്യ ഇപ്പോൾ ലോകത്തുണ്ട്. 800 കോടിയിലധികം ഉണ്ടെങ്കിൽ പോലും TFR, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്, പ്രത്യുൽപാദന നിരക്ക്, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1965 5.8 ആയിരുന്നു. എന്നാൽ 2024 അത് 2.31. 5-6 മക്കളൊക്കെ ജനിക്കുന്നിടത്ത് ഇപ്പോൾ 1-2 മക്കൾ ഉണ്ടായാൽ ആയി എന്നുള്ള നിലക്കാണ്. പല വികസിത പുരോഗമന രാജ്യങ്ങളും കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രോത്സാഹനം കൊടുക്കുകയാണ്. 2 മക്കൾ 3 മക്കൾ സമ്മാനവും ഗിഫ്റ്റും ഓഫറുകളും അറിയിക്കുകയാണ്. ജപ്പാനിലും ചൈനയിലും അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാം ഒന്ന് നമുക്കൊന്ന് എന്ന തിയറിയൊക്കെ മാറ്റി, നാം ഒന്ന് നമുക്ക് 2 എന്ന തിയറിയും മാറ്റി, ഇനി എത്രയും ആകാം എന്ന നിലയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ 146 കോടി, 150 കോടിയോളം. 2030 ആകുമ്പോൾ ഏകദേശം ഇനി ഒരു 150 കോടിയിലേക്ക് എത്തും. ഒരു 40 വർഷം കൊണ്ട് 170 കോടി ജനസംഖ്യ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞു വരുമെന്നാണ്, പിന്നെ താഴേക്ക് കുറഞ്ഞു വരുമെന്നാണ്. അപ്പൊ ആള് കൂടിക്കഴിഞ്ഞാൽ റിസ്ക്കില്ലാതാകും എന്ന നിലക്കുള്ള വാദങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. കുടുംബാസൂത്രണത്തിന്റെ മറവിൽ പലതും നടന്നു പോയിട്ടുണ്ട് എന്ന് വെച്ച് സിസ്റ്റമാറ്റിക് അല്ലാത്ത രൂപത്തിൽ എന്തുമാകാം എന്ന നിലക്കല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ, വിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തം, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ഇത്തരുണത്തിൽ ഓർക്കുന്നത് ശ്രദ്ധേയമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ അല്ലാഹു പറയും, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി
വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി, ഈ ഭൂമിയിലുള്ള ജീവി, അത് മനുഷ്യരാകട്ടെ അതല്ലാത്ത ജീവജാലങ്ങളാകട്ടെ, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അവർക്കൊക്കെ റിസ്ക് നൽകുക, ഉപജീവനം നൽകുക, ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് അള്ളാഹു നിർബന്ധമായി ഏറ്റെടുത്ത കാര്യമാണ്. അതിലാരും കണക്ക് പറഞ്ഞ് പേടിപ്പിക്കണ്ട. ഭക്ഷണം കൊടുക്കാനുണ്ടാകൂല എന്ന് വിചാരിച്ച് മക്കളെ കൊല്ലണ്ട, ഭ്രൂണഹത്യ നടത്തണ്ട. കാരണം അള്ളാഹ് അത് ഏറ്റെടുത്തിരിക്കുകയാ. വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ, അതിന്റെ താമസവും താവളവും, ഈ ലോകത്തുള്ള ജീവജാലങ്ങൾ, കടലിലതവിടെ, ആകാശത്തങ്ങനെ, കാടുകളിൽ അങ്ങനെ, മനുഷ്യരിവിടെ എന്ന നിലക്ക് പടച്ചറബ് താവളങ്ങളും താമസ സ്ഥലങ്ങളും ഒക്കെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യക്തമായ ഗ്രന്ഥത്തിലുണ്ട് എന്നാ പറയുന്നത്. അപ്പോ റിസ്ഖിന്റെ പേരിൽ ആരും ബേജാറാകണ്ട. അപ്പൊ ഒന്ന് ദാരിദ്ര്യമില്ലേ, പട്ടിണിയില്ല, അതെന്താ? അത് വിഭവത്തിന്റെ അസന്തുലിതമായ വിതരണം കൊണ്ട് സംഭവിക്കണതാണ്, അല്ലേ? കാരണം 10% സമ്പന്നരായ അല്ലെങ്കിൽ സമ്പന്ന രാജ്യങ്ങൾ ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ കോടിക്കണക്കിന് മനുഷ്യർ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ സിംഹഭാഗവും കഴിക്കുന്നത് 2-3 സമ്പന്ന രാജ്യങ്ങളിൽ. അങ്ങനെ അപ്പോ സമ്പത്തിന്റെ അസമത്വമായിട്ടുള്ള വിതരണം കൊണ്ട് പട്ടിണിയും പ്രയാസം ഉണ്ടാകുമെന്നല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്ന വിധത്തിൽ ഒരിക്കലും കാര്യങ്ങൾ എത്തിക്കൂല എന്നാണ്. മാത്രവുമല്ല അള്ളാഹു പറഞ്ഞു, അപ്പൊ ജനസംഖ്യ ഉണ്ടായി, ആ ജനസംഖ്യയെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം ഓരോ മനുഷ്യൻ. ഒബ്തഗൂ മിൻ ഫളില്ല എന്ന് പറഞ്ഞു. ജുമാക്കൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോകണം, പള്ളിയിൽ ചടഞ്ഞുകൂടി ഇരിക്കണം എന്നല്ല പറഞ്ഞത്. റിസ്ക് തേടിക്കൊണ്ട് അധ്വാനിക്കണം. വജഅൽന നഹാറ മആശ, പകലിനെ ജീവിത സന്ധാരണ വേളയാക്കി അധ്വാനിക്കാൻ പറഞ്ഞു. മടി കാണിച്ചിരിക്കാനല്ല, മറിച്ച് അധ്വാനിച്ച് അന്നം കണ്ടെത്തണം. അതിനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു. ഇനിയും ആർക്കെങ്കിലും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ അതിനെ പഴുതടച്ച് പ്രതിരോധിക്കാൻ പറ്റുന്ന വിധത്തിൽ ആത്മീയ ബോധമുള്ള, മതം ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളൊക്കെ ചർച്ച നടക്കുമ്പോൾ മതം ആവശ്യമുണ്ട്. മതബോധമുള്ള ആളുകൾ സക്കാത്തും സ്വതക്കയും സാമൂഹ്യ സേവനവും നടത്തുമ്പോൾ ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിലേക്ക്, ഇടങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക് അനുകമ്പയുടെ, ആർദ്രതയുടെ, ക്ഷേമത്തിന്റെ, പശിയടക്കലിന്റെ നിരവധി നന്മകൾ കവിഞ്ഞൊഴുകും. അതുവഴി ലോകത്ത് സമത്വമുണ്ട്. അവർ റിസ്ക് ഒരിക്കലും നഷ്ടപ്പെടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പ്രകൃതിപരാണ്, ആത്മീയമാണ്, പ്രായോഗികമാണ്. ഇനിയോ പിന്നെ ജനസംഖ്യാ വർധനവ് അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിങ്ങൾ തസവ്വജു, വിവാഹം കഴിക്കണം, അൽ വദൂദ അൽ വലൂദ്, പ്രവാചകന്റെ ഹദീസ, സ്നേഹിക്കുന്നവളെയും പ്രസവിക്കുന്നവളെയുമായിരിക്കണം. നന്നായി പ്രസവിക്കുന്നവളെയും സ്നേഹിക്കുന്നവളെയും നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുക. അതിന്റെ അർത്ഥം എത്രയും പ്രസവിക്കുക, ആരോഗ്യമൊന്നും നോക്കാതിരിക്കുക പ്രവാചകന്റെ സുന്നത്താണോ എന്ന നിലക്കല്ല. വലാ തുൽഖൂ ഐദിയക്കും ഇല തഹ്ലുക, നാശത്തിലേക്ക്, ആരോഗ്യ പരിതസ്ഥിതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇസ്ലാം മനുഷ്യര് വർദ്ധിക്കുന്നു എന്നതുകൊണ്ട് ഇവിടെ പ്രശ്നം ഭൂമിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യരുടെ ചെയ്തികൾ കൊണ്ട് ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടാകുന്നു എന്നതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതിക്കിണങ്ങുന്ന വിധിവിലക്കുകളാണ് നൽകിയിട്ടുള്ളത്. മനുഷ്യനായിട്ടത് ഡിസോർഡർ ആക്കാതിരുന്നാൽ മതി. അതാണിപ്പോൾ കാലം തെളിയിക്കുന്നത്. അതാണ് നാം ഒന്ന് നമുക്കൊന്ന് എന്നൊക്കെ പറഞ്ഞവരൊക്കെ തിരുത്തി എഴുതാൻ തുടങ്ങി. ലേറ്റസ്റ്റ് കണക്കുകളിലടക്കം ജനസംഖ്യ കുറഞ്ഞു വരുമെന്നാണ്. എന്നാൽ ഉൽപാദനം നടക്കുന്നത് മനുഷ്യ വിഭവശേഷി കൊണ്ടാണ്. കർമ്മശേഷി ഉണ്ടാണെങ്കിൽ മനുഷ്യരുണ്ടാകണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ വളരെ കൃത്യമായി പരാമർശിച്ച കാര്യം പ്രാവർത്തികമാക്കുന്നു. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുവാനും മാനിക്കുവാനും ആ ശിആറുകൾ അംഗീകരിക്കുവാനും അതിൽ അഭിമാനം കൊള്ളുവാനും അത് നിഷ്ഠയോടെ നിർവഹിക്കുവാനും ഒക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.